നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്ലോറന്റിനോ പെരസ് വീണ്ടും റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡൻ്റായിട്ട് റീ എലക്ട് ചെയ്യപ്പെട്ടു. ഇനി അങ്ങ് മാറ്റങ്ങളുടെ ഒരു പൂരമായിരിക്കും എന്നാണ് ഫുട്ബോൾ നിരീക്ഷകരൊക്കെ പറഞ്ഞത്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഫബ്രീസിയോ ഒക്കെ പറഞ്ഞ് ഇനിയുള്ള ദിവസങ്ങൾ ക്രൈസി ഡേയ്സ് ആയിരിക്കുമെന്നാണ്. ഇപ്പോൾ ഡെൻസൽ ഡംഫ്രീസും അതുപോലെ തന്നെ ഇബ്രാഹിമ കൊനാറ്റയും ഒക്കെ റയലിലേക്ക് ഹോസെ മൊറീഞ്ഞോ കോച്ചായിട്ട് എത്തുന്നു. അതൊക്കെ കൂടാതെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്തൊരു വലിയ ബോംബ് പൊട്ടിക്കുന്ന പോലെ അങ്ങ് പൊട്ടിച്ചല്ലോ പെരസ്. 150 മില്യൺ യൂറോക്ക് ഒരു ഓഫർ കൊടുത്തിട്ട് ഫുട്ബോൾ ലോകത്ത് നിന്നുള്ള ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളെ റയലിലേക്ക് എത്തിക്കും. അതൊരു ഗലാക്റ്റിക്കോ സൈനിങ് ആയിരിക്കും. ക്രിസ്ത്യാനോ, കക്ക തുടങ്ങിയവരുടെ നിലവാരത്തിലുള്ള ഒരു താരമായിരിക്കും. ആ ലെവലിലുള്ളൊരു സൈനിങ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതാരാന്ന് പിന്നീട് സ്പാനിഷ് മാധ്യമങ്ങളും പിന്നെ ഞാനീ പറഞ്ഞ നിങ്ങൾക്കൊക്കെ ഏറെ വിശ്വാസമുള്ള ഫബ്രീസിയോ റൊമാനോയും ഒക്കെ പിന്നെ റിപ്പോർട്ട് ചെയ്തത് മൈക്കൽ ഒലീസയാണ് എന്ന്. ഫബ്രീസിയോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്നല്ല നാളെ ചൊവ്വാഴ്ച ബയേണിന് ഓഫർ കൊടുക്കും റയൽ മാഡ്രിഡ് എന്നാണ്. ഏതായാലും ഇപ്പോൾ ഈ വാർത്തകളൊക്കെ എന്തായാലും കേൾക്കുന്നുണ്ടാവുമല്ലോ. ബയേണിൻ്റെ ഭാഗത്തുള്ളവർ അവരുടെ പ്രതികരണം വന്നിരിക്കുന്നു. ബയേൺ മ്യൂണിക്കിൻ്റെ പ്രസിഡന്റ് ഹെർബർട്ട് ഹെയ്നർ ഈ വിഷയത്തിലൊരു പ്രതികരണം, ഫ്ലോറന്റിനോ പെരസിന് ഒരു ഉപദേശം: വെറുതെ മെനക്കെടണ്ട, ആ പൈസ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ, അല്ലാതെ വെറുതെ മെനക്കെടണ്ട. മൈക്കൽ ഒലീസെ വിൽപ്പനയ്ക്കില്ല, ഞങ്ങളൊരു സെല്ലിംഗ് ക്ലബ്ബാണെന്ന് കരുതണ്ട. അങ്ങനെ കരുതിയെങ്കിൽ തെറ്റി. അങ്ങനെ ഒരു ഓഫർ തരാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്കൂ. ഒലീസയെ കൊണ്ടുപോകാമെന്ന് നിങ്ങളുടെ മോഹമങ്ങ് മറന്നേക്കൂ. ഫ്ലോറന്റിനോ പെരസിനോട്, റയൽ മാഡ്രിഡിനോട് നേർക്ക് നിന്നിട്ട് ബയേൺ മ്യൂണിക്കിൻ്റെ പ്രസിഡന്റ് അങ്ങ് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, മൈക്കൽ ഒലീസെ ഈസ് എ ബയേൺ പ്ലെയർ വിത്ത് എ ലോങ് ടേം കോൺട്രാക്ട്. നീണ്ട കാലത്തെ കോൺട്രാക്റ്റുള്ള ബയേൺ മ്യൂണിക്കിൻ്റെ താരമാണ് മൈക്കൽ ഒലീസെ. ഞങ്ങളൊരു സെല്ലിംഗ് ക്ലബ്ബല്ല. ഫ്ലോറന്റിനോ പെരസിന് ഞങ്ങൾക്കൊരു ഓഫർ നൽകണം എന്നുണ്ടെങ്കിൽ അത് ഇതുവരെ എന്തായാലും വന്നിട്ടില്ല. അതിനെക്കുറിച്ച് മറക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും അങ്ങനെ പണം സേവ് ചെയ്ത് വെറുതെ ട്രബിളിലേക്ക് ഇറങ്ങേണ്ടതില്ല എന്നാണ് ഹെർബർട്ട് ഹെയ്ന ഇപ്പോൾ ജർമ്മൻ ഡെയിലി ആയിട്ടുള്ള ബിൽഡിനോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ബിൽഡാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും സ്പാനിഷ് മീഡിയ ഔട്ട്ലെറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്നറിയോ? മൈക്കൽ ഒലീസയ്ക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, റയൽ മാഡ്രിഡ് അദ്ദേഹത്തിനായിട്ട് നീക്കം നടത്തുകയാണ് എന്ന്. മൈക്കൽ ഒലീസയ്ക്ക് താല്പര്യവുമുണ്ട് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ താരത്തിന് താല്പര്യം ഇതിൽ നിർണായകമായിരിക്കും. ക്ലബ് ടു ക്ലബ് ചർച്ചകൾ ഒട്ടും എളുപ്പത്തിൽ മുന്നോട്ട് പോകില്ല എന്നത് ഇപ്പോൾ ബയേൺ പ്രസിഡന്റിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും വരും ദിവസങ്ങൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.